ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ആമുഖമായുള്ള വിവരങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞത്. 1857 വിപ്ലവം മീററ്റിൽ മെയ് 10 1857 മെയ് 10 മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് പറഞ്ഞു. മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഉപയോഗിച്ച് എൻഫീൽഡ് തോക്കുകളിൽ നിറച്ച് ഉപയോഗിക്കേണ്ടി വന്നതാണ് ഹിന്ദു മുസ്ലിം പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാർ ഇത് ഉപയോഗിക്കേണ്ടി വന്നതാണ് ഈ വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതിനുണ്ടായ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് കൂടാതെ മറ്റ് പല കാരണങ്ങൾ ഉണ്ട് 1857 വിപ്ലവത്തിന് കാരണങ്ങളായിട്ട്. അതിലൊന്നാമത്തത് 1848 ദത്തവകാശ നിരോധന നിയമമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അധികാരത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അനന്തരാവകാശിയായി മക്കൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന നയമായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പം അനന്തരാവകാശിയായിട്ട് ആളില്ലാതെ വന്നാൽ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുമായിരുന്നു. ഈ നയം 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. അടുത്തത് 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളാണ്. ഒരു വ്യക്തി, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ മതത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ അയാൾക്ക് സ്വത്തവകാശം ഉണ്ടായിരിക്കും എന്നതാണ് ഈ നിയമം, റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം എന്ന് പറയുന്നത്. അപ്പം മതം മാറിപ്പോയാലും അയാളുടെ സ്വത്തവകാശം നഷ്ടപ്പെടത്തില്ല. അത് പരമ്പരാഗതമായ നയങ്ങൾക്കെതിരായിരുന്നത് കൊണ്ട് 1857 വിപ്ലവത്തിന് ഇത് കാരണമായി തീർന്നു. അടുത്തത് 1854 പോസ്റ്റ് ഓഫീസ് നിയമം. ഇത് 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. പോസ്റ്റ് ഓഫീസുകൾ ഏകീകരിക്കുകയും തപാൽ സ്റ്റാമ്പ് കൊണ്ടുവരികയും പട്ടാളക്കാർക്കുണ്ടായിരുന്ന സൗജന്യങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്ത നിയമമാണ് 1854 പോസ്റ്റ് ഓഫീസ് നിയമം. അപ്പോൾ ഈ നിയമം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. അടുത്ത 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. അപ്പോൾ ഇതും 1857 വിപ്ലവത്തിന് കാരണമായി. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ആചാരപ്രകാരം പിന്നീട് വിവാഹം കഴിക്കാൻ അർഹത ഉണ്ടായിരുന്നില്ല. ഈ നിയമം മാറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഹിന്ദു പുനർവിവാഹത്തിന് അനുമതി നൽകി. പുനർവിവാഹം അനുവദനീയമാക്കി തീർത്തു. ഇത് പരമ്പരാഗതമായ നയങ്ങൾക്കെതിരായിരുന്നത് കൊണ്ട് 1857 വിപ്ലവത്തിന് ഇത് ഒരു കാരണമായി തീർന്നു. അടുത്തത് 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം എന്ന് പറഞ്ഞാൽ ഈ സൈനികരുൾപ്പെടെയുള്ളവർ കടൽ കടന്നുപോയി യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇത്, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം സൈനികർ രാജ്യം വിട്ട് മറ്റു പ്രദേശങ്ങളിൽ പോയി യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ഇതൊക്കെയാണ് നിയമപരമായിട്ട് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്
നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന നയം നിലവിൽ വന്നു. ഇത് 1857 വിപ്ലവത്തിന് കാരണമായി. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന നയം കൊണ്ടുവന്നു. അടുത്തൊന്ന് മിഷനറിമാരുടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ അനുകൂലത, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനോട് അനുകൂലിച്ചത് 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. അപ്പോൾ മതപരമായ കാരണങ്ങളാണത്. ക്രിസ്ത്യൻ മിഷനറിമാരുടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷ് അധികാരികൾ പ്രോത്സാഹനം നൽകി. മറ്റൊന്ന് ജാതി മത കാര്യങ്ങളിൽ, ആചാരങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടു. ഇത് 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. അതുപോലെ സിപായിമാർ എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികർക്ക് തുച്ഛമായ ശമ്പളവുമായിരുന്നു നൽകിയിരുന്നത്. അതുപോലെ ഉദ്യോഗസ്ഥരുടെ അവഹേളനവും ഉണ്ടായിരുന്നു അവർക്കെതിരെ. ഇത് 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. സിപായിമാരെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൈനികരുടെ ശമ്പളം വളരെ തുച്ഛമായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വളരെയധികം അവഹേളനം സഹിക്കേണ്ടി വന്നു. അതുപോലെ മറ്റൊന്ന് കാർഷിക മേഖലയിലെ അസംതൃപ്തി. കാർഷിക മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഈ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദകർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിന്നിരുന്നത്. അടുത്തത് ദീർഘനേരം ജോലി, അതുപോലെ അവധിയില്ലായ്മ, വളരെ മോശപ്പെട്ട ഭക്ഷണം, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ നയമായിരുന്നു. ഇത് 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. മറ്റൊന്ന് കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങളും 1857 വിപ്ലവത്തിന് കാരണമായി തീർന്നു. അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭ്യമായിരുന്നില്ല ഈ കാലയളവിൽ. അപ്പോൾ ഇത്രയാണ് 1857 വിപ്ലവത്തിൻ്റെ മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ദത്താവകാശ നിരോധന നിയമം വന്നത് എന്നാണ് 1848. റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം 1850. അടുത്തത് 1854 വന്ന നിയമം പോസ്റ്റ് ഓഫീസ് നിയമം. അതുപോലെ 1856 വന്ന നിയമം ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. പിന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം, അത് നിലവിൽ വന്നത് 1856 ആണ്. അപ്പം ഈ വർഷങ്ങളൊക്കെ ചോദിക്കാം ചോദ്യങ്ങളായിട്ട്. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ തന്നിട്ട് ഇതിൻ്റെ കാരണമല്ലാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടി തന്നിട്ട് ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ 1857 വിപ്ലവത്തിന് കാരണമായ 3 കാര്യങ്ങളും കൊടുക്കും, അതിന് കാരണമല്ലാത്ത ഒരു കാര്യവും കൊടുത്തിട്ട് ഇതിൽ 57 വിപ്ലവത്തിനെ ബാധിക്കാത്ത സംഗതി ഏത് എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു.